ജീവിതത്തിന്റെ കനൽപഥങ്ങളിൽ പരസ്പരം തണലായി, ഒരാൾ മറ്റൊരാളുടെ കണ്ണായി, ഒടുവിൽ മരണത്തിന്റെ നിഴൽ വീണ വഴിയിലും കൈകോർത്തു പിടിച്ച യാത്രയായ രണ്ട് മനുഷ്യർ. പാങ്ങ് GLP സ്കൂളിലെ പ്രിയപ്പെട്ട മജീദ് മാഷും പ്രിയതമ റുഖിയയും. ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലായിരുന്നു മജീദ് മാഷിന്. പക്ഷേ ആ പരിമിതിയെ അദ്ദേഹം തന്റെ കരുത്താക്കി മാറ്റി. തന്റെ മുന്നിലിരിക്കുന്ന കുരുന്നുകളുടെ ഹൃദയങ്ങളിലേക്ക് അറിവിന്റെയും സംഗീതത്തിന്റെയും വെളിച്ചം പടർത്താൻ ആ അകക്കണ്ണിന്റെ വെളിച്ചം മാത്രം മതിയായിരുന്നു. മീനാർക്കുഴി സ്കൂളിൽ തുടങ്ങി പാങ്ങ് GLP സ്കൂൾ വരെ നീണ്ട ആ അധ്യാപന ജീവിതം വെറുമൊരു ജോലിയായിരുന്നില്ല. കുട്ടികൾക്ക് അദ്ദേഹം പാട്ടുകാരനായിരുന്നു, കഥാകാരനായിരുന്നു, പ്രിയപ്പെട്ട മാഷായിരുന്നു. കാഴ്ചയില്ല എന്നത് ഒരിക്കൽ പോലും അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. കാരണം അദ്ദേഹം തന്റെ കാഴ്ചകൾ കണ്ടിരുന്നത് പ്രിയതമ റുഖിയയിലൂടെയായിരുന്നു. മജീദ് മാഷിന്റെ ഓരോ ചുവടിനും താങ്ങായി നിന്നവൾ. മക്കളില്ലാത്ത ആ വീട്ടിൽ അവർ പരസ്പരം സ്നേഹം പങ്കുവെച്ച് ജീവിച്ചു. മാഷ് എവിടെ പോയാലും റുഖിയ നിഴലായി കൂടെയുണ്ടാകും. മാഷിന് കാണാൻ കഴിയാത്ത ലോകത്തെ വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടിയത് റുഖിയായിരുന്നു. പുഴയുടെ ഭംഗിയും മലയുടെ പച്ചപ്പും മനുഷ്യരുടെ ഭാവങ്ങളുമെല്ലാം അവർ മാഷിന് വിവരിച്ചു കൊടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റുഖിയയിലൂടെയാണ് മാഷ് ഈ ലോകത്തെ കണ്ടിരുന്നത്. ആ സ്നേഹബന്ധത്തിന്റെ കരുത്തിലാണ് വിനോദയാത്രയ്ക്ക് പോകുമ്പോഴും മാഷ് റുഖിയയെ കൂടെ കൂട്ടിയത്. ആ കൈകൾ ചേർത്തുപിടിച്ച് യാത്ര തുടങ്ങുമ്പോൾ പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല അത് അവരുടെ അവസാന യാത്രയാകുമെന്ന്. കഷ്ടപ്പെട്ട് പണിതീർത്ത ഒരു സ്വപ്ന ഭവനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വെറും 2 മാസം മുൻപാണ് അവർ ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. റംസാൻ മാസത്തിലെ വ്രതശുദ്ധിയും പെരുന്നാളിന്റെ സന്തോഷവുമെല്ലാം ആ വീട്ടിൽ അവർ ആഘോഷിച്ചു. പക്ഷേ ഇന്ന് ആ വീട് നിശബ്ദമാണ്. റംസാന് മുൻപ് സന്തോഷത്തോടെ വലതുകാൽ വെച്ച് കയറിയ ആ മണ്ണിലേക്ക് അവർ മടങ്ങി വന്നത് ചേതനയറ്റ മൃതദേഹങ്ങളായാണ്. ഒരു നാടിന്റെ ആകെ കണ്ണീരിന് സാക്ഷിയായി ആ വീട് അടഞ്ഞു കിടക്കുന്നു. ജീവിതകാലം മുഴുവൻ പരസ്പരം കൈകോർത്തു നടന്നവർ ഒടുവിൽ മരണത്തിലേക്കും ആ കൈകൾ വിടാതെ യാത്രയായി. മജീദ് മാഷും റുഖിയയും ഇനി ഓർമ്മകളിൽ മാത്രം. പക്ഷേ അവർ പങ്കുവെച്ച ആ വലിയ സ്നേഹം എന്നും ഈ മണ്ണിൽ നിലനിൽക്കും. വാൽപ്പാറയിലെ ആ അപകടം നിരവധി കുടുംബങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. പൊള്ളാച്ചിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 9 മൃതദേഹങ്ങൾ പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്.